നമസ്കാരം. 6 പതിറ്റാണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ച NM വിജയന്റെയും മകന്റെയും ആത്മഹത്യാ സംഭവത്തിൽ പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട IC ബാലകൃഷ്ണൻ MLA അറസ്റ്റ് ചെയ്യുന്നത് കോടതി തൽക്കാലം തടഞ്ഞിട്ടുണ്ട്. കോടതി ആ അറസ്റ്റ് തടഞ്ഞ ഉടനെ തന്നെ IC ബാലകൃഷ്ണൻ തയ്യാറാക്കിയൊരു വീഡിയോ ആണ് നമ്മൾ അല്പം കണ്ടത്. വിജയൻ എഴുതിയ കത്ത് പുറത്തുവിട്ട കുടുംബത്തെ കോൺഗ്രസ് തൽക്കാലം അനുനയിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോഴും ഉയർന്ന ചില ചോദ്യങ്ങൾ. വിജയനെ യഥാർത്ഥത്തിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ആരാണ്? സഹകരണ മേഖലയിൽ നടക്കുന്ന നിയമനക്കോഴയിൽ കോൺഗ്രസിന് എന്ത് മറുപടിയുണ്ട്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി CPM വക്താവ് M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് വക്താവ് സംഷാദ് മരയ്ക്കാർ എന്നിവർ. ആദ്യം സംഷാദിലേക്ക്. സംഷാദ്, ഇതൊരു വലിയ പ്രശ്നമായി മാറുകയാണ്. അതായത് കോൺഗ്രസിന് തുടക്കത്തിലേ പരിഹരിക്കാവുന്ന, കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്ന പ്രകാരം KPCC അന്വേഷണ കമ്മീഷനെ വെച്ച് അതിലെ പ്രശ്നം എന്താണ് പഠിച്ചതാണ്. ഈ കാര്യം കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് അറിയാവുന്നതാണ്. എന്നിട്ടും അത് പരിഹരിക്കാതെ ഒരു കോൺഗ്രസ് നേതാവിനെ, അദ്ദേഹത്തിൻ്റെ മകനെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. ഇപ്പോൾ പുറത്തു വരുന്ന കത്ത്, ആ കത്തിൻ്റെ വെറാസിറ്റി കറക്റ്റാണെങ്കിൽ യഥാർത്ഥത്തിൽ കുറ്റക്കാർക്കെതിരെ കേസെടുത്തവരെ ജയിലിലടയ്ക്കണ്ടേ? CPM ആവശ്യപ്പെടുന്നത് പോലെ ആ സ്ഥാനം രാജിവെക്കണ്ടേ? അല്ല, താങ്കൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ KPCC ഇതിനകത്ത് അന്വേഷണ കമ്മീഷനെ വയ്ക്കുകയും DCCയുടെ നേതൃത്വത്തിൽ ശ്രീ IC ബാലകൃഷ്ണൻ DCC പ്രസിഡൻ്റായിരുന്ന സമയത്ത് അന്വേഷണം നടത്തുകയും ചെയ്തതാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പാർട്ടി അന്നത്തെ അർബൻ ബാങ്കിൻ്റെ ചെയർമാനായിരുന്ന ശ്രീ ഡോക്ടർ സണ്ണിയെയും KK ഗോപിനാഥൻ എന്ന് പറയുന്നവരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിക്കുകയുണ്ടാകുന്നത്. ആ അന്വേഷണ കമ്മീഷൻ്റെ മുമ്പിൽ ഇന്നിപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ വിജയേട്ടൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്ക് പണം കൈമാറിയെന്നും കൊടുക്കാനുണ്ട് എന്നും ഉള്ളൊക്കെ പറയുന്ന ആക്ഷേപങ്ങളും, അതിനോടൊപ്പം മറ്റു പല പരാതികളായി പോലീസിലും വിജിലൻസിലേക്കും പോയ പരാതികളും അങ്ങനെയൊക്കെ ഉണ്ട്. ഇത്തരം പരാതികളൊന്നും ആ സമിതിക്ക് മുമ്പിൽ വന്നിട്ടില്ല. വിജയേട്ടൻ ഒരു പരാതിയും ആ സമിതിയോട് പറഞ്ഞിട്ടില്ല. വിജയേട്ടനെതിരെയും ആരും ആ സമിതിക്ക് മുമ്പിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനകത്ത് കിട്ടിയത് നിയമനത്തിൻ്റെ കാര്യങ്ങളൊന്നുമല്ല. അതിനകത്ത് ബാങ്കുമായി ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളുണ്ടാവാം. ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. പക്ഷേ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ഡോക്ടർ സണ്ണിയെയും ഗോപിനാഥനെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. ഈ അജിംസ് തുടക്കത്തിൽ പറഞ്ഞ പോലെ സഹകരണ മേഖലയിലെ കോഴ അല്ലെങ്കിൽ കൊള്ളയാണ്. അതിൽ കോൺഗ്രസിന് എന്ത് പങ്ക് എന്ന് ചോദിക്കുമ്പോൾ, ഈ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയ ഡോക്ടർ സണ്ണി പിന്നീട് അഭയം കൊടുക്കുന്ന CPM അല്ലേ? പിണറായി വിജയൻ ഗവൺമെൻറ് വന്നു, അർബൻ ബാങ്ക് പിരിച്ചുവിടുന്നു, അർബൻ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റി വയ്ക്കുന്നു. സ്വാഭാവികമായി CPM ഭരിക്കുന്ന സമയത്തൊരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വയ്ക്കുമ്പോൾ അതിനകത്തൊരു CPMൻ്റെ പ്രതിനിധി ആയിരിക്കാം ഉണ്ടാവേണ്ടത്. പക്ഷേ ഇവിടെ അഡ്മിനിസ്ട്രേറ്ററായി വെച്ചത് ഡോക്ടർ സണ്ണിയാണ്. അതിനുശേഷം അർബൻ ബാങ്കിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ പാനലിനെ ലീഡ് ചെയ്യുന്നത് ഈ ഡോക്ടർ സണ്ണിയാണ്. അപ്പോൾ കോൺഗ്രസ് നടപടിയെടുത്ത് പുറത്താക്കിയവർക്ക് രാഷ്ട്രീയപരമായ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് CPM ആണ്. ഇനി ഇതിനു മുമ്പ് 2016 കാലഘട്ടത്തിൽ പിണറായി വിജയൻ വിജയൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ പുറത്തു വന്ന കത്തുണ്ടല്ലോ, ആ കത്തിൽ ഈ പണം വാങ്ങിയത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണെന്നുള്ളത് വിശദമായി പറയുന്നുണ്ട്. BJP അംഗത്തിന് 10 ലക്ഷം കൊടുത്ത് ഭരണസമിതി അട്ടിമറിക്കാൻ അദ്ദേഹം കടം വാങ്ങുക, നിയമനക്കുഴയ്ക്ക് ചെക്ക് കൊടുത്ത് വാങ്ങിയ കാശ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഒരു ശ്രമവും നടത്താതെ ഞങ്ങൾ രണ്ടുപേരെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യം അല്ല. ഇത് പരിഹരിക്കാൻ അജിംസെ, പരിഹരിക്കാൻ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞു, അതിനകത്ത് കത്തിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു, സ്വാഭാവികമാണ്. അതിനകത്ത് ആ കത്തിലുള്ള ചില വ്യക്തത കുറവുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. അതിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾക്ക് പണം കൊടുക്കാനുണ്ട് എന്ന് പറയുന്നു. 1 വർഷം മുമ്പ് അത് കൊടുത്തു തീർത്തതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഇനി ഇപ്പോൾ പരാതിയുമായി പോലീസിൽ പോയ ആളുകളുണ്ട്. അതായത് പത്രോസ് അടക്കം, സായൂജ് അടക്കമുള്ള ആളുകളൊക്കെ പോലീസിൻ്റെ വിജിലൻസിൽ പരാതി കൊടുക്കുകയും വിജിലൻസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും പണം കൊടുക്കാനുള്ളതൊന്നും ഈ കത്തിലില്ല. ഇപ്പോൾ വിജയേട്ടൻ്റെ ഒരു സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് പൂർണ്ണമായ തോതിൽ ആർക്കും അറിയില്ല. അദ്ദേഹം ഇത് പാർട്ടിയുമായി പങ്കുവച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായും പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തരത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ചില ആളുകൾ ചേർന്ന് പണം വാങ്ങി എന്നുള്ളതാണ് ആക്ഷേപം. ഇത്തരത്തിലൊരു കാര്യം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അല്ലെങ്കിൽ പാർട്ടി ഇവരെ നിയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോഴല്ലേ പാർട്ടി ഇതിനകത്ത് അറിയുള്ളൂ. അല്ലാതെ എങ്ങനെയാണ് പാർട്ടി അറിയുന്നത്? പാർട്ടി ഈ ബാധ്യതയുമായി ബന്ധപ്പെട്ട് 2019 മുതൽ വിജയേട്ടൻ്റെ മരണമുണ്ടാകുന്നതിൻ്റെ മാസം വരെ, ആ മാസത്തിൽ നടന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിലും വിജയേട്ടൻ പങ്കെടുക്കുന്നതാണ്. കഴിഞ്ഞൊരു 3 വർഷമായി ഞാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മീറ്റിംഗിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളാണ്. ഈ പറയുന്ന ഒരു ആക്ഷേപമോ അല്ലെങ്കിൽ ഈ ഒരു പരാതികളൊന്നും ആ യോഗത്തിലോ അല്ലെങ്കിൽ നേതാക്കന്മാരോടോ ഷെയർ ചെയ്തിട്ടില്ല.
അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് പരിഹാരം ഉണ്ടാവേണ്ട സംസാദ് കാര്യങ്ങളിൽ, പറഞ്ഞു വരുന്നത് അതായത് ഈ ഉണ്ടാവേണ്ട കാര്യങ്ങളിൽ ഉണ്ടാവണം. വിജയൻ പാർട്ടിക്ക് വേണ്ടി വാങ്ങിയ പണത്തെക്കുറിച്ച് പാർട്ടി ജില്ലാ നേതൃത്വത്തിന് പോലും അറിയില്ലായിരുന്നു എന്നാണോ? അല്ല, പാർട്ടി ജില്ലാ നേതൃത്വം KL പൗലോസ്, PV ബാലചന്ദ്രൻ, IC ബാലകൃഷ്ണൻ എന്നിവരാണ് അന്നത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാർ. ഇവരെല്ലാവരും, അതിൽ ബാലചന്ദ്രൻ ഒഴികെ, ശ്രീ KL പൗലോസും ശ്രീ IC ബാലകൃഷ്ണനും പറഞ്ഞത് ഈ പാർട്ടി ഇങ്ങനെ പണം വാങ്ങാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതല്ലേ? താങ്കളും അത് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതിനകത്ത് അങ്ങനെ നമ്മൾ ഒരാളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിൻ്റെ ബാധ്യത പാർട്ടിക്കുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനകത്ത് വ്യക്തത വരുത്തേണ്ടത് ഒന്ന് നേതൃത്വമാണ്. നേതൃത്വം വ്യക്തത വരുത്തിയത് അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള. ഇനി വിജയേട്ടൻ വാങ്ങിയ പണം എങ്ങനെയാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നും വിജയേട്ടനുണ്ടായ സാമ്പത്തിക ബാധ്യത എങ്ങനെ ഉണ്ടായി എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ, 10 ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നുണ്ട്. അതിലെ ക്രയവിക്രയം, അദ്ദേഹം വാങ്ങി എന്ന് പറയുന്ന തുക, കൊടുത്തു എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിനകത്ത് അത് തെളിയണമല്ലോ. ഇതിനകത്ത് നമ്മൾ ഇനി അദ്ദേഹത്തിൻ്റെ കത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് ആ കത്തിലുണ്ട കാര്യങ്ങൾ പോലും പരിഹരിക്കപ്പെട്ടതുമുണ്ട്. ഇപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് പണം കൊടുത്തതാണ് 1 കൊല്ലം മുമ്പ്. പക്ഷെ അത് അവസാനത്തെ കത്തിൽ അത് കാണുന്നു, അതിലൊരു അവ്യക്തതയുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ ഇളയ മകനായ ജിജീഷിന് ജോലി സ്ഥിരപ്പെടുത്താൻ താങ്കളുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാവണമെന്നാണ് ഒന്നാമത്തെ കത്തിലുള്ളത്. രണ്ടാമത്തെ കത്തിലുള്ളത് ഞാൻ എന്നോടൊപ്പം ഇളയ മകനായ ജിജീഷിനെയും കൂടി കൂട്ടി മരണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ കത്തിൽ തന്നെ ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആ പോലീസ് അത് അന്വേഷിക്കുമെന്നും അതിനകത്ത് കൃത്യമായ സത്യം പുറത്തു വരുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി പറഞ്ഞതും. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. അതിനകത്ത് വ്യക്തതകൾ ഉണ്ടാവണം. പണം വാങ്ങിയ ആളുകൾ ആരൊക്കെയാണ്, എന്തിനു വേണ്ടിയാണ് വാങ്ങിയത്. തുടർന്നാണ് IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. ഇപ്പോൾ അത് അറസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിലും അത് ഒരു ഡെമോക്രസിന്റെ വാൾ പോലെ IC ബാലകൃഷ്ണൻ ഉള്ളിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? NM വിജയൻ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നാണോ മനസ്സിലാക്കുന്നത്? അതായത് ആ കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിന് ഒരു മനസ്സറിവുമില്ല എങ്കിൽ ഈ പണം വാങ്ങിയ സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല, ജില്ലാ നേതൃത്വം അറിഞ്ഞിട്ടേ ഇല്ല എന്നാണോ? അല്ല, പണം വാങ്ങാൻ ജില്ലാ നേതൃത്വമോ അല്ലെങ്കിൽ പാർട്ടി ലീഡർഷിപ്പോ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇനി അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരിൽ ഒരാൾ മരണപ്പെടുകയും 2 പേർ ഇപ്പോൾ ജീവിച്ചിരിക്കുകയും അവരിത് വ്യക്തത വരുത്തണം. അവരോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനി വിജയേട്ടൻ വാങ്ങിയ പണം അല്ലെങ്കിൽ വിജയേട്ടൻ താങ്കൾ പറഞ്ഞ 32 ലക്ഷം രൂപയുടെ ബാധ്യത വന്നത് ഇന്ന കാര്യത്തിന് തന്നെയാണ്, പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് ചെലവഴിച്ചത് എന്നാണെങ്കിൽ അത് കൊടുക്കേണ്ട ബാധ്യത പാർട്ടിക്കാണ്, അതിൽ തർക്കമില്ല. പക്ഷെ അതൊരു ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടത് നേതൃത്വത്തിലിരിക്കുന്നവരുമാണ്. അവർ പറയുന്നു അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്. ഇത്രയും ദിവസം താങ്കൾ കണ്ടിട്ടുണ്ടോ? ഇനി പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ ബാധ്യതകൾ എങ്ങനെ വന്നു എന്ന് കണ്ടെത്താൻ കഴിയും. പിന്നെ താങ്കൾ ചോദിച്ചു ആത്മഹത്യാ കുറ്റം, അതിനകത്തുള്ളൊരു ക്ലാരിറ്റി പറയാം. പോലീസ് അന്വേഷണത്തെ എതിർപ്പല്ല, സത്യസന്ധവും സുതാര്യവുമായി അന്വേഷിക്കണമെന്ന് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിൻ്റെ തലേനാൾ വൈകുന്നേരം അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPയെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ ഒരു വാർത്ത വരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത് ഈ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് കോടതിയുടെ അനുമതിയോടുകൂടി അയക്കും, അതിനുശേഷം മാത്രമാണ് മൊഴി എടുക്കലും പ്രതി ചേർക്കലും ഉണ്ടാവുകയുള്ളൂ എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. താങ്കളുടെ ചാനലടക്കം ആ വാർത്ത ചെയ്യുന്നു. ഇവിടുത്തെ പ്രിന്റ് മാധ്യമങ്ങളിലൊക്കെ ആ വാർത്ത വരുന്നു. തൊട്ടടുത്ത ദിവസം ഉപസമിതി വന്ന കുടുംബത്തെ കാണുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു. കുടുംബം കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നു. ആ സഡൻ മൊമെൻറ്റിൽ ഈ ഫോറൻസിക് പരിശോധനയില്ല, കോടതിയിൽ അനുമതിക്കും പോകുന്നില്ല. 4 ദിവസമായി ഉണ്ടായിരുന്ന കത്തിൽ പെട്ടെന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നു, IC ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പ്രതി ചേർക്കുന്നു. അത് രാഷ്ട്രീയ പ്രേരിതമാണ്. അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ ഇങ്ങോട്ട് പറഞ്ഞതാണ് ഫോറൻസിക് പരിശോധനയും അതിനോടൊപ്പം തന്നെ കോടതി അനുമതിയോടുകൂടിയുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷമേ മൊഴിയെടുക്കൂ എന്ന് പറഞ്ഞ പോലീസ് 24 മണിക്കൂറിനുള്ളിൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് IC ബാലകൃഷ്ണനെ പ്രതി ചേർക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ മരിച്ച വിജയനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ്. അത് നിങ്ങൾ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല പണം വാങ്ങുക എന്നാണ് സംഷാദ് പറയുന്നത്. ശരി, അത് സമ്മതിക്കുന്നു. അപ്പോൾ വിജയൻ എന്തിന് പണം വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഇതേ കടബാധ്യതയിൽ ആത്മഹത്യ ചെയ്ത, ഇതേ കടബാധ്യതയെക്കുറിച്ച് പാർട്ടിക്ക് കത്തെഴുതിയ, ഇതേ കടബാധ്യതയെക്കുറിച്ച് കുടുംബാംഗങ്ങളോട് സംസാരിച്ച വിജയൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് പണം വാങ്ങിയെന്ന് മനസ്സിലാക്കണോ? അതല്ല, അദ്ദേഹം മറ്റാർക്കോ വേണ്ടിയാണ് പണം വാങ്ങിയത്. അതിൽ IC ബാലകൃഷ്ണനും അപ്പച്ചനൊന്നും ഇല്ല, അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? ആ പാർട്ടി എന്നുള്ളതിനേക്കാൾ അപ്പുറം വ്യക്തികളാണ് ഇതിനകത്ത്. അത് അന്വേഷിക്കട്ടെ.
ആ വ്യക്തികളിൽ ഇത് എത്തണം. അപ്പൊ അതിൽ നമ്മൾ KPCC എന്താണ് തർക്കമില്ലല്ലോ. അന്വേഷിച്ചത്? ഏതെങ്കിലും എന്റെ വ്യക്തികൾ ചോദ്യം അതാണ്. KPCC അന്വേഷിച്ച് പുറത്താക്കി എന്ന് പറയുന്ന അല്ലല്ല, ആളാണോ ഈ പണം അത് ഞാൻ വാങ്ങിയത്? പറയാം. അതിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടോ? അല്ല, KPCC അന്വേഷിച്ചത് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ അർബൻ ബാങ്കിൻ്റെ പ്രവർത്തനം പൊതുവേ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത രീതിയിലാണ് എന്നും അവിടുത്തെ ഭരണസമിതി പാർട്ടിക്ക് വിധേയരാവാതെ എന്നാൽ ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാതെ ഒരു പ്രത്യേക രീതിയിൽ പോകുന്നു എന്നുള്ളതൊക്കെ ഒന്ന് വലിയ വാർത്തകൾ വയനാട്ടിലുണ്ടാവുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ DCC ഒരു 3 അംഗ സമിതിയെ വെക്കുന്നു. അതിനകത്ത് ഇത്തരം ആക്ഷേപങ്ങളുമുണ്ട്. നിയമനങ്ങൾക്ക് പണം വാങ്ങുന്നു എന്നുള്ള ആക്ഷേപം, അമിതമായി ഈ ബ്രാഞ്ചുകൾ ആരംഭിക്കുന്നു എന്നുള്ള വിവാദം, ആ ബ്രാഞ്ചുകളിൽ ഫർണിഷ് ചെയ്യാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു എന്നുള്ള വിവാദം, അത് സ്വന്തക്കാർക്ക് കൊടുക്കുന്നു എന്നുള്ള അങ്ങനെയൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ ആ ബാങ്ക് ഭരണസമിതിയെക്കുറിച്ചുണ്ട്. അത് പാർട്ടി അന്വേഷിക്കുന്നു. അതിനകത്ത് മൊഴി കൊടുക്കാൻ ആളുകളോട് പറഞ്ഞു, പരാതിക്കാരുണ്ടെങ്കിൽ. ഞാൻ അജിംസിനോട് പറയുന്നത്, വിജയേട്ടൻ ഈ പറഞ്ഞ ഒരു പരാതിയും ആ കമ്മിറ്റിക്ക് മുമ്പ് കൊടുത്തിട്ടില്ല. വിജയേട്ടൻ പണം വാങ്ങി എന്ന് പറയുന്ന ആളുകൾ ആരും വിജയേട്ടൻ പണം വാങ്ങി എന്നും ആ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി കൊടുത്തിട്ടില്ല. 2 മൊഴികളുമില്ല. പക്ഷേ അവിടെ വന്നതിൽ അർബൻ ബാങ്കിൻ്റെ ചെയർമാൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ശ്രീ KK ഗോപിനാഥനും ചില കാര്യങ്ങളിൽ വഴിവിട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പാർട്ടി അത് പറ്റില്ല എന്ന് പറയുന്നു. പാർട്ടി അനുസരിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. പാർട്ടി അവരെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷനാണ് അവിടെ നടന്നത്. അതിലൊരിക്കൽ പോലും ഇനി ആ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ച് നടപടി എടുത്തിട്ട് പോലും വിജയേട്ടൻ ആ നടപടി എതിർത്തിട്ടില്ല. വിജയേട്ടൻ ഒരു യോഗത്തിൽ പോലും ആ നടപടി തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില പേരുകൾ വരുന്നുണ്ട്. വിജയേട്ടൻ്റെ പേരല്ല കേട്ടോ ഞാൻ പറയുന്നത്, അല്ലാത്ത ചില പേരുകളിൽ കേസെടുത്തിട്ടുണ്ട്. ആ ആളുകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ എങ്ങനെയാണ് ഒരു നിയമനം കൊടുക്കാൻ പോലും കഴിയാത്ത ആളുകളാണ്. അവരാരുടെയൊക്കെയോ പേരിൽ പണം വാങ്ങുന്നുണ്ട്. ആ പണം വാങ്ങുന്നതിന് എങ്ങനെയാണ് പാർട്ടി ബാധ്യസ്ഥരാവുക എന്നുള്ളതാണ്. പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പാർട്ടിയാണ് അതിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ ഇതിൽ പാർട്ടി ഏൽപ്പിച്ചിട്ടില്ല എന്ന് പാർട്ടിയുടെ ലീഡർഷിപ്പ് പറയുന്നു. ഇനി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്നത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാണ് അറിയുക. അതെങ്ങനെയാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഉണ്ടായത്, അവിടെ എന്തൊക്കെ രീതിയിലുള്ള ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്, ബാങ്ക് വിഭജനമടക്കം ഉണ്ടായിട്ടുണ്ട്, ഹൈക്കോടതിയിൽ കേസ് പോയിട്ടുണ്ട്, ഇതൊക്കെ സത്യമാണ്. പക്ഷേ അതിനകത്ത് വിജയേട്ടനാണോ പണം ചെലവഴിച്ചത്, അല്ലോ പാർട്ടിയാണോ, മറ്റുള്ളവരുണ്ടോ, ഇതൊരു വ്യക്തത വരുത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷേ മറ്റു പല കേസുകളിലും ചില ആളുകൾ ഈ കത്ത് കൃത്രിമമാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? അല്ല, ഞാൻ കൃത്രിമമാണ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല. ഞാൻ അജിംസിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. അജിംസിൻ്റെ ബോധ്യത്തിൽ ഒരാൾ മകന് ജോലി കൊടുക്കണമെന്നൊരു കത്തിൽ എഴുതുകയും അടുത്ത കത്തിൽ മകനോടൊപ്പം മരിക്കുകയും ആണ് എന്ന് എഴുതുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു അവ്യക്തത അജിംസിന് ഫീൽ ചെയ്യുന്നുണ്ടോ? 2, അതിനകത്ത് പണം കൊടുക്കാൻ ഒരാൾക്ക് 15 ലക്ഷം രൂപ ഉണ്ടെന്ന് പറയുന്നു, അയാൾക്കത് കൊടുത്ത് തീർത്തതാണ് എന്ന് അയാൾ പറയുന്നു, അതിനകത്തൊരു കുഴപ്പം കാണുന്നുണ്ടോ? അങ്ങനെയുള്ള ചില വ്യക്തത കുറവുകൾ ഉണ്ടാക്കത്തിന് അത് പോലീസ് ഫോറൻസിക് പരിശോധന നടത്തി അതിൻ്റെ കാലപ്പഴക്കമടക്കം എടുത്ത് ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞതാണ് പോലീസ്. പക്ഷെ അവരതിന് നിന്നില്ല. അവരതിൻ്റെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം രാഷ്ട്രീയപരമായി എഴുതി ചേർക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് മരണവുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണവും നടക്കട്ടെ. പ്രകാശൻ മാസ്റ്റർ, ഇപ്പോൾ കണ്ണൂരിലെ ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ, ആ മരണത്തിൽ PP ദിവ്യക്കെതിരെ അതിരൂക്ഷമായ നിലപാട് സ്വീകരിച്ചവരാണ് UDF. ദിവ്യയുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനം അവർ രാജിവെക്കേണ്ടി വന്നു. ആ പ്രൊട്ടസ്റ്റിനെ തുടർന്ന്, ആ പ്രതിഷേധത്തെ തുടർന്ന് അവർ കുറച്ച് ദിവസം ജയിലിൽ കിടന്നു. CPM മറുപടി പറയാൻ വല്ലാതെ വിഷമിച്ചു ആ വിഷയത്തിൽ. സമാനമായൊരു സംഭവം തന്നെയല്ലേ വയനാട്ടിൽ ഇപ്പോൾ നാം കാണുന്നത്? ഇക്കാര്യത്തിൽ ദിവ്യയുടെ കാര്യത്തിൽ CPM സ്വീകരിച്ചൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഇത് സമാനമായൊരു സംഭവമേ അല്ല, അതിനേക്കാൾ എത്രയോ ഗുരുതരമാണല്ലോ. ഇപ്പോൾ നവീൻ ബാബുയുടെ ആത്മഹത്യക്ക് ആരെങ്കിലും പ്രേരണ കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം എവിടെയും പറയുകയോ അദ്ദേഹം എഴുതി വെക്കുകയോ ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്ന കാര്യം എന്താ? ഇവിടെ വളരെ വ്യക്തമായിട്ട് 2 തവണ അദ്ദേഹം പറയുന്നു, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനോ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസ് പാർട്ടിക്കുമാണ്. കൃത്യമായിട്ട് അദ്ദേഹം പറയുകയാണല്ലോ. പിന്നെ എങ്ങനെയാണ് താൻ ഈ കടക്കണിയിൽ വന്നിരിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കത്ത് പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ ബാങ്കിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ 32 ലക്ഷം രൂപ താൻ കടക്കാരനായത് എന്നുള്ളത് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ IC അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കാൻ പാകത്തിൽ 7 ലക്ഷം ഉറുപ്പിക അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എങ്ങനെ എത്തി, അതെങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു, അതിന് താൻ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടി വന്നത്, അക്കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അർബൻ ബാങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ വാങ്ങിച്ചത്, ആ സംഖ്യ തിരിച്ചു കൊടുത്തതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ചെക്ക് കൊടുത്തതിനെ സംബന്ധിച്ച്
കെ ഗോപിനാഥൻ മാഷ് മുൻ DCC പ്രസിഡന്റ് 15 ലക്ഷം ഉറുപ്പിക ബത്തേരി അർബൻ ബാങ്കിലെ നിയമത്തിൽ വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറയുന്നുണ്ട്. ഇത്ര വ്യക്തമായ നിലക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിനകത്ത് സംശയമുണ്ട് എന്തോ അദ്ദേഹം കത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താ, 10 ദിവസക്കാലം ഈ വിഷയത്തിന്റെ മേലെ എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്നറിയാൻ കാത്തിരിക്കണം എന്ന് ഞാൻ മകനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഉൾപ്പെടെ കത്തിനകത്തുണ്ടല്ലോ. അപ്പോൾ എത്രമാത്രം അതിഗുരുതരമായൊരു നിലക്കാണ് കോൺഗ്രസ് ഈ സഹകരണ സ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഇത് കേവലമായിട്ട് ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല. ബാങ്കിനകത്തുള്ള ഇപ്പോൾ ഈ കത്തിനകത്ത് പറയുന്നു, ഒരു പാർട്ട് ടൈം സ്വീപ്പറുടെ നിയമനത്തിന് 25 ലക്ഷം ഉറുപ്പിക വാങ്ങിച്ചിരിക്കുന്നു DCC പ്രസിഡന്റ്. അതും എൻ്റെ മകനെ പുറത്താക്കിക്കൊണ്ട് മറ്റൊരാളെ നിയമിക്കാൻ. ഇതെന്താ ഒരു ചെറിയ കാര്യമാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ എത്രമാത്രം ഗുരുതരമായിട്ടുള്ളൊരു നിലയാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി കൈകാര്യം ചെയ്യുന്നത് എന്നല്ലേ ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക? ഇവിടെ സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനത്തിന് സ്ഥായിയായി കൈക്കൂലി വാങ്ങുന്നൊരു പാർട്ടിയാണ് ഇവിടെ കോൺഗ്രസ്. അത് കേവലമായിട്ട് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് വയനാട്ടിലെ കാര്യമാണെങ്കിലും അത് അവിടെ മാത്രമല്ല. ഇപ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ നിയമനം പരിപൂർണമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നത് അതാത് ഡയറക്ടർ ബോർഡ് നിയമനമായിരുന്നല്ലോ. എപ്പോഴാണ് അത് PSCക്ക് ഒരു പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡ് വിടുന്ന നിലയുണ്ടായത്? ഏത് ഗവൺമെന്റിന്റെ കാലത്താ? ഞങ്ങൾ അധിക്ഷേപിക്കുന്ന ആളുകൾ ഓർമ്മിക്കണം, പിണറായി വിജയൻ സഹകരണ മന്ത്രിയായിട്ടുള്ള കാലത്താണ് കേരളത്തിലെ പ്യൂൺ പോസ്റ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ പോസ്റ്റുകളും അതെല്ലാം തന്നെ പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡിന് വിടുന്നത് LDFന്റെ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ്. ഞങ്ങളെ ആക്ഷേപമായിട്ട് പറയല്ലേ ഈ പറയുന്ന മാധ്യമങ്ങൾ പോലെ കോൺഗ്രസും എല്ലാം. ഇവിടെ തീവട്ടിക്കൊള്ള നടക്കുകയാണ്. 22 പോസ്റ്റ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ അർബൻ ബാങ്കിലെ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ പണം എങ്ങനെ ഈടാക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ കത്തിനകത്ത്. എന്താ പറയുന്നത്? 22 പോസ്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആ പോസ്റ്റുകളിലേക്കുള്ള നിയമനത്തിൽ കൈക്കൂലി വാങ്ങുമ്പോൾ അതിൽ നിന്ന് ഈ ചെലവഴിച്ച സംഖ്യ തരാം എന്നുള്ളതാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നതെന്നാണ്. എന്നു മാത്രമല്ല, ആത്മഹത്യ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരെ വീട്ടിൽ പോയല്ലോ. അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ബാധ്യതയാകെ ഞങ്ങൾ ഏറ്റെടുക്കാം. ഞങ്ങൾ ഏറ്റെടുക്കുന്ന പറയുന്നതിന്റെ കാരണം എന്താ? ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ബാധ്യതയാണ്. അദ്ദേഹം കത്തിനകത്ത് പലതവണ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ എൻ്റെ പാർട്ടി അരനൂറ്റാണ്ട് കാലമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, എൻ്റെ അച്ഛൻ അദ്ദേഹം വഹിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാ? പാർട്ടി എന്ന് പറഞ്ഞ പ്രത്യേക എന്തെങ്കിലും സംവിധാനമുണ്ടോ? നിങ്ങൾ കാണാൻ വേണ്ടി 2006 മുതൽ DCC സെക്രട്ടറിയാണ്, 2015 മുതൽ DCC ട്രഷററാണ്. ആ പാർട്ടിയല്ലേ? പാർട്ടി എന്ന് പറയുന്ന സാധനം വേറെയാണോ? DCCയുടെ ട്രഷററും DCC സെക്രട്ടറിയും ആയിട്ടുള്ള ആളൊന്നും പാർട്ടിയല്ലേ? പിന്നെ പാർട്ടി എന്ന് പറയുന്നത് ഒരു ബിംബം വേറെയുണ്ടോ? അതിന് പറയുന്നത് പാർട്ടി അത് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. പാർട്ടി എന്ന സാധനം എന്താ? വല്ല കരിങ്കല്ലോ അല്ലെങ്കിൽ വല്ല മറ്റോ ആണോ? പാർട്ടി പ്രതിദാനം ചെയ്യുന്നത് അത് നേതാക്കന്മാരുടെ കൂടെയല്ലേ? ജില്ലയിലെ ഏറ്റവും വലിയ നേതാവല്ലേ ഈ മരിച്ചിരിക്കുന്ന വിജയൻ? അദ്ദേഹം പറയാണ്, എനിക്ക് ചെലവഴിച്ചിരിക്കുന്ന ഈ സംഖ്യ അത് തരുമെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. MLA DCC പ്രസിഡന്റ് അത് തരാം, അത് സെറ്റിൽ ചെയ്യാം എന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കാര്യം പല തവണ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന് മേലെ അന്വേഷണം ഉണ്ടായിട്ടുണ്ട്, കുറ്റക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്, അറിയാമല്ലോ എന്ന് അദ്ദേഹം പറയുന്നത്. പുതിയതാണോ പഴയതാണോ? ആ കത്ത് ഒറിജിനലാണോ? അതിന്റെ വെറാസിറ്റിയിൽ കോൺഗ്രസിന് സംശയമുണ്ട്. കോൺഗ്രസിന് സംശയം ഉണ്ടാവുമല്ലോ, കാരണം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കോൺഗ്രസ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് സംശയം ഉണ്ടാവും. അതെല്ലാം കൃത്യമായി നിലക്ക് തെളിയിക്കപ്പെടാൻ വേണ്ടി കഴിയുന്ന കാര്യമാണല്ലോ. ഈ വിഷയം ആദ്യമായിട്ടൊന്നുമല്ല കോൺഗ്രസിന് മുന്നിൽ വരുന്നതെന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? തൂങ്ങുമ്പോൾ എല്ലാവരും തൂങ്ങുമെന്ന് IC ബാലകൃഷ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാ പറയുന്നേ? KPCC അധ്യക്ഷൻ. എന്തിനാ KPCC അധ്യക്ഷൻ IC ബാലകൃഷ്ണനോട് തൂങ്ങുമ്പോൾ എല്ലാവരും തൂങ്ങും എന്ന് പറയാൻ കാരണം എന്താ? പറയണ്ടേ കോൺഗ്രസ്? അപ്പോ തൂങ്ങേണ്ട എന്തോ ഗൗരവമായ വിഷയങ്ങൾ ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? IC ബാലകൃഷ്ണൻ പ്രതിയാണ് എന്നല്ലേ പറയുന്നതിന്റെ അർത്ഥം? ഈ സംഭവങ്ങൾ എത്രയോ കാലമായിട്ട് പാർട്ടിക്കകത്ത് ചീഞ്ഞു നാറുന്നു എന്നല്ലേ പറയുന്നതിന്റെ അർത്ഥം? എന്നിട്ടിപ്പോ കത്ത് വ്യാജമാണ്, അതിൽ പറയുന്ന വസ്തുതകൾ പിന്നെ സത്യമാണെന്ന് ഭരിച്ച് ഇവിടെ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകനും മകന്റെ ഭാര്യയും പോയല്ലോ ഇവിടെ പിന്നെ KPCC അധ്യക്ഷനെ കാണാൻ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ കാണാൻ. അവരോട് എടുത്തിരിക്കുന്ന സമീപനം സംബന്ധിച്ച് അവർ പറഞ്ഞല്ലോ പത്രക്കാരോട്. എന്തൊരു അന്യായമാണ്! അരനൂറ്റാണ്ട് കാലമായിട്ട് പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ നിലക്കും ശ്രമിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുടെ വഞ്ചന കൊണ്ട് വലിയ നിലക്ക് സാമ്പത്തിക കുരുക്കൽപ്പെട്ടിരിക്കുന്ന എൻ്റെ അച്ഛനോട് എത്രമാത്രം അന്യായമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം കാണിച്ചത് എന്ന് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകൻ, ജീവിച്ചിരിക്കുന്ന മകൻ. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ മറ്റെല്ലാ കാര്യങ്ങളും വിടുക, ഒരു മനോവൈകല്യമുള്ള ഒരു മകനുള്ള അരനൂറ്റാണ്ട് കാലം ഒരു നാട്ടിലെ പാർട്ടിയെ നയിച്ച ഒരു മനുഷ്യന്റെ ആ മകനോട് 7 കൊല്ലക്കാലം കഴിഞ്ഞപ്പോൾ അവനെ പിരിച്ചയക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെയാ സാധിച്ചത്?
നിയമനം കൊടുക്കണമെന്നുള്ള ആവശ്യം എന്തുകൊണ്ടാണ് അംഗീകരിക്കാതിരിക്കുന്നത്? അപ്പോ പണത്തിനപ്പുറം ഒരു കാര്യവും കോൺഗ്രസ് സമ്മതിച്ചില്ല. അത് IC ബാലകൃഷ്ണനാലും വിടില്ല, DCC അധ്യക്ഷനാലും വിടില്ല. അവർക്ക് ഒരേ താല്പര്യമുള്ളൂ, പണം പണം പണം. കൂടെ നിൽക്കുന്നവരെ കൊന്നിട്ടായാലും പണം വേണം. ഇത്ര ലജ്ജാകരമായ ഒരു പാർട്ടി ഈ കേരളത്തിൽ വേറെ ഏതുണ്ട്? എന്നിട്ട് അവർ മറ്റ് പാർട്ടിക്കാരെ അധിക്ഷേപിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഉണ്ടായിരിക്കുന്ന വിഷയം, ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ? നിങ്ങൾക്ക് ആ ഭരണവുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ലീഗലായ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തൊരു വാചകമായിരുന്നു, എന്തൊരു നിങ്ങളുടെ നാവാണ് KPCC അധ്യക്ഷന്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെല്ലാം തന്നെ. എന്നിട്ടിപ്പോ മിണ്ടാട്ടമില്ല. അവർക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് യാതൊന്നും പറയാനില്ല. രാജിവെക്കണമോ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ല. കത്ത് വ്യാജമാണോ എന്ന് കേൾക്കണം. ചില കാര്യങ്ങൾ വ്യക്തത ഉണ്ടാവാനാണ് അത്രേ. എന്താ വ്യക്തത ഉണ്ടാവേണ്ടത്? അപ്പോ നാണക്കേടെ നിന്റെ പേരോ കോൺഗ്രസ് എന്ന് കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ ചോദിച്ചു പോകുന്ന അതിഗുരുതരമായ ഒരു കെട്ട പാർട്ടിയാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വ്യക്തമാക്കുന്ന ഒന്നല്ലേ വയനാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മൂടി വെക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ജനങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുമോ? കോൺഗ്രസിന്റെ യഥാർത്ഥമായ ചീഞ്ഞു നാറിയ മുഖം കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒന്നാണ് ഈ വിജയൻ സാറിന്റെ മരണം എന്നുള്ളത്. മലയാളിക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി കഴിയും. നിങ്ങൾ മറച്ചു വെച്ചാൽ കോൺഗ്രസ് വന്നിരിക്കുന്ന ഈ നാറ്റത്തെ ഒരു കാരണവശാലും നിങ്ങൾക്ക് മറച്ചു വെക്കാനോ മൂടി വെക്കാനോ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശരി, സംഷാദ് മരക്കാർ, ഈ കത്ത് ഒറിജിനലാണോ കാലപ്പഴക്കമുള്ളതാണോ അതൊക്കെ പരിശോധിക്കാൻ ഫോറൻസിക് പരിശോധനയുണ്ട്. പോലീസ് ഈ കത്ത് പുറത്തു വന്നിട്ട് പോലും IC ബാലകൃഷ്ണനെ പ്രതി ചേർത്തോ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി FIR ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സുധാകരൻ, KPCC അധ്യക്ഷൻ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞതാണ്, ഇത് ഞാൻ പറഞ്ഞതാണ്, തൂങ്ങുമ്പോൾ എല്ലാവരും തൂങ്ങും എന്ന് IC ബാലകൃഷ്ണനോട് ഞാൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസിന് ഉറപ്പായി കഴിഞ്ഞു IC ബാലകൃഷ്ണനാണെന്നുള്ളത്. അതുകൊണ്ട് കേസെടുത്തു. സുധാകരൻ്റെ മൊഴി വേണമെങ്കിൽ കോടതിയിൽ പോലും ഹാജരാക്കാൻ കാര്യത്തിൽ തൂങ്ങിയത് പക്ഷേ IC ബാലകൃഷ്ണനല്ല, MN വിജയനും മകനും മരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ജിംസിന്റെ ആ ചോദ്യം അത് ഏത് സാഹചര്യത്തിലാണ് സുധാകരൻ KPCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. അവരെപ്പോഴാണ് സംസാരിച്ചതെന്നും അറിയില്ല. ഈ പ്രകാശം മാഷ് വളരെ ആധികാരികമായി ഇതിനകത്ത് CPMന്റെ നിലപാടൊക്കെ പറയുന്നുണ്ട്. ഈ CPM ഭരിക്കുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ CPM ഭരിക്കുന്ന ഒരു ബാങ്ക് ഉണ്ട്. പ്രകാശം മാഷ്ക്ക് അറിയാൻ പറ്റും. കണ്ണൂരിൻ്റെ തൊട്ടടുത്ത വയനാട് ജില്ലയിലെ തലപ്പുഴയിൽ ഒരു അനിൽകുമാർ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ ലോക്കൽ സെക്രട്ടറിയുടെ വാസുവിൻ്റെ പേര് രക്തം കൊണ്ട് എഴുതിയ കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അന്ന് ആ ധാർമ്മിക രോഷമൊന്നും വയനാട്ടിലെ CPMകാർക്ക് കണ്ടിട്ടില്ല. അതെന്താണെന്നുള്ളത് അന്വേഷിച്ചാൽ മതി. അന്നാണ് CPM ലോക്കൽ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് അവിടെയുള്ള ബാക്കിയുള്ള പ്രവർത്തകർ പോയി കല്ലേറ് നടത്തിയത്. അത് എം പ്രകാശം മാഷ്ക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കോൺഗ്രസിന് അറിയാം. 2019 വിജയേട്ടൻ KPCCക്ക് കത്തയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ പ്രകാശം മാഷ് സമയം കിട്ടുമ്പോൾ സഹകരണ വകുപ്പിലെ മന്ത്രിയുടെ അടുത്തൊന്ന് പോയി 2016 വയനാട് ജില്ലയിലെ ചില ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ ചോദിക്കണം. 2016 പല ബാങ്കുകൾ, ഞാൻ ആ ബാങ്കുകളുടെ പേരിന് ഇവിടെ പറയുന്നില്ല, ഈ ആക്ഷേപത്തിൽ ഉൾപ്പെട്ടതും ഉൾപ്പെടാത്തതുമായ പല ബാങ്കുകളെക്കുറിച്ചുമുള്ള വലിയ രീതിയിലുള്ള അലിഗേഷൻസ് ഉള്ള റിപ്പോർട്ട്, ഒന്ന് പോലീസിൻ്റെ വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട്, സഹകരണ വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട്, കേസെടുക്കണമെന്നുള്ളത്, FIR ഇടണമെന്നുള്ള ആവശ്യങ്ങൾ, ഇത് മുഴുവൻ 8 കൊല്ലമായി ഇതിനകത്ത് ഒരു നടപടി എടുക്കാതിരിക്കുകയാണ് CPM. സഹകരണ മേഖലയെ നന്നാക്കലാണ് ഉദ്ധരിക്കലാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ആ ഒരു റിപ്പോർട്ട് 2016 കിട്ടിയിട്ട് എന്താ ചെയ്തത് എന്ന് താങ്കൾ ആലോചിച്ചാൽ മതി. പിന്നെ പണം വാങ്ങിയിട്ടാണ് വ്യാപകമായി കോൺഗ്രസ് നിയമിക്കുന്നത് ആളുകളെ എന്നുള്ളതാണ്. അപ്പോൾ താങ്കളുടെ പാർട്ടിയുടെ ഇവിടുത്തെ ജില്ലാ നേതൃത്വത്തെ വിളിച്ചിട്ടൊരു കാര്യം ചോദിക്കണം. നമ്മളെ പാർട്ടിയിൽപ്പെട്ട 2 മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുടെയും ഇപ്പോൾ ഉള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുടെയും മക്കൾക്ക് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ എങ്ങനെയാണ് ജോലി കിട്ടിയത് എന്നൊന്ന് അന്വേഷിക്കണം. ഞങ്ങൾ കോഴ വാങ്ങിയിട്ടാണോ നിങ്ങളുടെ മക്കൾക്ക് ജോലി കൊടുത്തത്, അല്ലെങ്കിൽ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ആളുകൾ മറ്റെന്തെങ്കിലും സ്വാധീനത്തിൽ വഴങ്ങിയിട്ടാണോ എന്ന് അറിയിക്കണം. അപ്പോൾ ഞാൻ 2016 പറഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടും ഈ ജോലിയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം വരും. അങ്ങനെ ബന്ധം വന്ന 2 പേരെയാണ് ഈ പാർട്ടി സസ്പെൻഡ് ചെയ്തത്. അത് കോൺഗ്രസ് ആണ് സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഡ് ചെയ്യുന്ന ഭരണസമിതിക്ക് ഒരു പ്രത്യേകത ഉണ്ട് പ്രകാശം മാഷെ. ഈ അലിഗേഷൻ മുഴുവൻ നടന്ന ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ പേര് MS വിശ്വനാഥൻ എന്നാണ്. അന്ന് അദ്ദേഹം ഡയറക്ടറാണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ബത്തേരിയിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ഓക്കെ. പിന്നെ ഈ സണ്ണി അഡ്മിനിസ്ട്രേറ്റർ ആക്കിയെന്ന് മാത്രമല്ല നിങ്ങൾ അർബൻ ബാങ്കിലേക്ക് വീണ്ടും മത്സരിപ്പിച്ച് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPMന് ധാർമ്മികത അവിടെ നിൽക്കട്ടെ. പിന്നെ പാർട്ടി എന്ന് പറഞ്ഞാൽ കരിങ്കല്ലാണോ നേതാക്കന്മാരാണോ എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രാദേശിക നേതാവ് ചെയ്യുന്ന തെറ്റിന് പാർട്ടിയല്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു പാർട്ടി എടുത്ത തീരുമാനമാണെങ്കിൽ അതിൻ്റെ ബാധ്യത പാർട്ടിക്കാണ്. അത് പാർട്ടി ലീഡർഷിപ്പ് പറയണം. അന്നത്തെ
ഇനി ആരെങ്കിലും വിജയേട്ടനടക്കമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിനകത്ത് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാങ്ങിയ ആൾക്കെതിരെ നിങ്ങൾ കേസെടുക്കുന്നതിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ വിജിലൻസ് കേസെടുത്ത ആളുകൾക്കെതിരെ കേസെടുക്കരുതെന്ന്? കാരണം പണം വാങ്ങിയെന്ന് അവർക്ക് വിജിലൻസിൽ ആ പരാതി കിട്ടി, പണം കൊടുത്ത ആളുകൾ വന്നു, ഒരക്ഷരവും കോൺഗ്രസ് ഇതുവരെ വേണ്ടിയിട്ടില്ല. കേസെടുത്തല്ലോ, നിങ്ങൾ 3 കേസെടുത്തു. 3 കേസിൽ 5 or 6 പ്രതികളുണ്ട്. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, കോൺഗ്രസ് പുറത്താക്കിയ ആളുകളുണ്ട്, കോൺഗ്രസ് ഒരു ബന്ധമില്ലാത്ത ആളുകളുണ്ട്. ഒരു കാര്യമില്ല. അത് നിങ്ങൾ എടുക്കൂ, അന്വേഷിക്കൂ. അവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു നടപടി സ്വീകരിക്കുക. അതിലെന്താ ക്ലാരിറ്റി കുറവ്? പിന്നെ കത്തുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്, അതിനകത്തെ പ്രകാശ് മാഷോട് എനിക്കുള്ള ചോദ്യം, ഇപ്പോൾ 3 പേര് വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അവർക്ക് പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ആ പണം നമ്മൾ തിരിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഒരാൾ വാങ്ങിയിട്ടുണ്ടാവണമല്ലോ. വിജയേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അത് വാങ്ങിയതെങ്കിൽ വിജയേട്ടൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട പണവും കൂടി എഴുതണ്ടേ? അത് എഴുതിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഈ കത്തിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ച് ചോദിക്കുന്നത്. ഈ കത്തിൻ്റെ അതിന് അദ്ദേഹത്തെ അവിശ്വസിക്കുകയോ കുടുംബത്തെ അവിശ്വസിക്കുകയോ എന്നില്ല. കുടുംബത്തിന് കിട്ടിയ കത്തായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ കത്തിൻ്റെ ഒരു ആധികാരികത ഒന്ന് പരിശോധിക്കുന്നതിൽ എന്താ തെറ്റ്? ഫോറൻസിക് പരിശോധിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അതിനകത്ത് പിന്നെ അജിംസ് പറഞ്ഞതുപോലെ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലീസിന് ഇപ്പോൾ അതെടുത്തു. അത് നിയമപരമായി നേരിടണം. അത് നിയമപരമായി നേടാൻ കോടതിയുണ്ട്. ഇപ്പോൾ 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ഇനി മുൻകൂർ ജാമ്യത്തിന് പോകേണ്ടി വരും, നടപടികൾ സ്വീകരിക്കേണ്ടി വരും. പിന്നെ CPM പറയുന്നത് കേട്ടാൽ CPM ഒരു ആരോപണം വന്ന ഉടനെ എല്ലാവരും രാജിവെച്ച് ധാർമ്മികത കാണിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ മുകേഷ് നിങ്ങളുടെ MLA ആണല്ലോ, ധാർമ്മികതയുണ്ടോ? അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ടും ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും നടപടിയുണ്ടോ? ഇനി പെരിയ കൊലക്കേസ് കഴിഞ്ഞല്ലോ, അതിനകത്ത് പ്രതികൾ നിങ്ങളെന്താ പറഞ്ഞത്? ഒരു കോടതി പ്രതിയായി ഒരാളെ ശിക്ഷിച്ചാൽ പോലും പാർട്ടിക്ക് തോന്നണമെന്നില്ല എന്നല്ലേ ബാലകൃഷ്ണൻ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നിലപാട് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, വിജയേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം നടക്കണം. അതിൽ രാഷ്ട്രീയപരമായ ഇടപെടൽ ഉണ്ടായത് അജിംസ് ഇപ്പോൾ പറഞ്ഞതുപോലെയല്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ പോലീസ് അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കോടതി അനുമതിയോടുകൂടിയുള്ള ഫോറൻസിക് പരിശോധന വരില്ലല്ലോ അജിംസെ. അത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ റിപ്പോർട്ടർക്കടക്കം ഒരു വാർത്ത കിട്ടിയിട്ടല്ലേ അത് പുറത്തു പോകുന്നത്. അങ്ങനെ പറഞ്ഞ പോലീസ് എന്തുകൊണ്ടാണ് ഈ ഞങ്ങളുടെ ഉപസമിതി ആ കുടുംബത്തെ കണ്ട ഉടനെ ഇതിനകത്തേക്ക് ആത്മഹത്യാ പ്രേരണം കുറ്റം കൊണ്ടുവന്നത്? അവർ പറഞ്ഞ വാക്കിൽ അവരത് ചെയ്തിരുന്നെങ്കിൽ ഈ തർക്കത്തിൻ്റെ അവസാനമാവില്ലേ? ഇതിനകത്ത് ക്ലാരിറ്റി വരില്ലേ? ആ ക്ലാരിറ്റിയല്ലേ നമ്മൾ അത് ചോദിക്കുമ്പോഴേക്കും അതെന്തോ വലിയ ഒരു തെറ്റുപോലെയായി, അതിന് വലിയ കുഴപ്പമുണ്ടാക്കി. ഇനി ഏറ്റവും കൂടുതൽ ആക്ഷേപമുള്ള ഒരു ബാങ്ക് ബത്തേരിയിലെ കാർഷിക ഗ്രാമവികസന ബാങ്ക്, അതിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതി ആരാ? CPM ആണ്. അപ്പോൾ മുൻ ഭരണസമിതിക്കെതിരെയുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഈ ഭരണസമിതി എന്താ ചെയ്തത്? പ്രകാശം മാഷെ, ഈ ഭരണസമിതിക്ക് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളില്ലേ? അത് ചെയ്യുന്നുണ്ടോ? അവിടെ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ റിപ്പോർട്ടില്ലേ? തിരിച്ചു പിടിക്കണ്ടേ? അതിൽ 2ാം പ്രതിയെ പ്രകാശം മാഷ്ക്ക് ചിലപ്പോൾ അറിയും, ഞാൻ മരിച്ചുപോയി, അദ്ദേഹം CPM-ൽ ചേർന്നിരുന്നു. അന്ന് CPM-ലേക്ക് അദ്ദേഹം ചേരുമ്പോൾ 2016 ഓഡിറ്റ് പരാമർശത്തിൽ കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കപ്പെടേണ്ട ഒരാളായിരുന്നു അദ്ദേഹം നിങ്ങളെ പാർട്ടി സ്വീകരിച്ചില്ലേ? അപ്പം നിങ്ങൾക്ക് ധാർമ്മികതയില്ല. ഇതിനകത്ത് ധാർമ്മികതയുണ്ട്. IC ബാലകൃഷ്ണനാണ് ആദ്യം ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് SP-ക്ക് കത്ത് കൊടുത്തത്. അതിൻ്റെ ഭാഗമായി അന്വേഷണം നടക്കണം. ആക്ഷേപങ്ങൾക്ക് മുഴുവൻ, അതായത് പണം വാങ്ങി ആരെങ്കിലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഴുവൻ ആളുകളും വിജിലൻസിൽ പോയി പരാതി കൊടുക്കണം. ആ വാങ്ങിയ ആൾക്കെതിരെ കേസ് കൊടുക്കണം. ആ കേസ് എടുക്കണം, അതിനകത്ത് നടപടികൾ ഉണ്ടാവണം, ഒരു തർക്കമില്ല. പക്ഷേ ഈ പണം പാർട്ടിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് വേണ്ടിയാണോ എന്നുള്ളത് വ്യക്തത വരുത്തണം. ആ വ്യക്തികൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ആ വ്യക്തികൾക്കാണ്. പണം വാങ്ങിയവർ ഇപ്പോഴും കോൺഗ്രസിനൊപ്പമുണ്ടോ? അതല്ല, എല്ലാവരും നിങ്ങൾ പുറത്താക്കി എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ? അവരിൽ ആരെങ്കിലും ഇപ്പോഴും കോൺഗ്രസിലുണ്ടോ? അല്ല, ഞാൻ ഇപ്പോൾ പറയുന്നതിൽ ഒരാൾ പുറത്തുണ്ട്, 2 പേര് പുറത്തുണ്ട്. ഇനി ഇതിനകത്ത് അജിംസെ പോലീസ് അന്വേഷിക്കട്ടെ. പണത്തിൻ്റെ സോഴ്സ് കിട്ടിയാൽ പോയ വഴിയും നമുക്ക് കിട്ടുമല്ലോ. ആ വഴി കിട്ടട്ടെ. ആ വഴി കിട്ടുമ്പോൾ ചിലപ്പോൾ അജിംസിനൊരു സർപ്രൈസ് പോലെ കുറച്ച് CPM നേതാക്കൾ കൂടി പൈസ കിട്ടിയിട്ടുണ്ടെങ്കിലോ, അങ്ങനെ കുറച്ച് ആളുകൾക്കും കൂടിയും ഉണ്ടെങ്കിലോ, ഇനിയിപ്പോൾ CPM പാർട്ടിക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ടൊരു പരാതി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലോ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടൂലേ ഈ പണം പോയ വഴികളൊക്കെ. അപ്പൊ പണം പോയത് ചില വ്യക്തികൾ കേന്ദ്രീകരിച്ചാണ്. ആ വ്യക്തികൾ ആർക്കൊക്കെ കൊടുത്തു? വ്യക്തികളാണെങ്കിൽ പിന്നെ അവര് ഈ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണെങ്കിൽ പിന്നെ CPM-ന് കാശ് കൊടുക്കുന്നത് എന്തിനാണ് സംഷാദ്? അപ്പം ഞാൻ നേരത്തെ പ്രകാശ് മാഷോട് ചോദിച്ച അതേ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ എങ്ങനെയാണ് CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാരുടെ മക്കൾക്ക് ജോലി കിട്ടിയത്?
യെസ്, പ്രകാശൻ മാസ്റ്റർ, ഇവിടെ ഷംഷാദ് ഉന്നയിക്കുന്ന ഒരു ആരോപണം, അവർ പോലീസ് അന്വേഷണത്തെ ഭയക്കുന്നില്ല. ഈ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട പോലീസ് വിജിലൻസ് അന്വേഷണം നടക്കട്ടെ, പണനഷ്ടമായവർ പരാതിപ്പെടട്ടെ, പണം വാങ്ങിയവരെ അറസ്റ്റ് ചെയ്യട്ടെ, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. മറ്റൊന്ന്, ഈ കത്ത് സംബന്ധിച്ചാണ്. കത്ത് പഴയതാണോ പുതിയതാണോ എന്ന് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കട്ടെ, അതിലാരൊക്കെയുണ്ടെന്ന് തീരുമാനിക്കട്ടെ. ധൃതി പിടിച്ച് IC ബാലകൃഷ്ണനെ പ്രതി ചേർക്കുന്നതിന് പിന്നിൽ KPCC ഉപസമിതി ഒന്ന് ആ കുടുംബത്തെ അനുനയിപ്പിച്ചതിന് തൊട്ടുടനെയാണ് ഇത് സംഭവിച്ചത്. അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപിക്കുന്നു. ഇതിൽ ഈ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം കോഴ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് CPMൻ്റെ ഒരു നിലപാടുണ്ട്. ഞങ്ങൾ സഹകരണ സ്ഥാപനങ്ങളിലെ ഒരു നിയമനത്തിനും ₹1 കോഴ വാങ്ങില്ല. ആരെങ്കിലും ഞങ്ങളുടെ പാർട്ടിയുടെ പേരിൽ വാങ്ങിയെന്ന് വന്നാൽ അവർക്കെതിരെ ഈ പാർട്ടി നടപടിയെടുത്തിരിക്കും. അതൊന്നും പറയാൻ ആർജവമുള്ളൊരു പാർട്ടിയല്ല കോൺഗ്രസ് എന്നുള്ളത് ആർക്കാ അറിയാത്തത്? ഒരു പാർട്ടി ഭരിച്ചാലും നിയമനത്തിന് കൈക്കൂലി വാങ്ങാൻ കഴിയാത്ത രൂപത്തിൽ നിയമനത്തിൽ തന്നെ അതിന് രീതിയിൽ മാറ്റം വരുത്തിയ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതാർക്കാ നിഷേധിക്കാൻ വേണ്ടി കഴിയുക? പിന്നെ കത്തിൻ്റെ പഴക്കം, കത്തിനകത്ത് അതേ പറയുന്നൊരു കാര്യമുണ്ട്. 4 വർഷം മുമ്പേ പ്രമേഹം ബാധിച്ച് എൻ്റെ ഭാര്യ മരിച്ചു. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതെന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് അറിയാത്തല്ലോ എത്ര കൊല്ലമായി ഇന്ന്. അപ്പോൾ എത്രയോ 25 കൊല്ലം മുമ്പേ അദ്ദേഹം കത്തിനകത്ത് പറയുന്നത് 2015 മുതൽ ഇന്ന് വരെ ഞാൻ DCC ട്രഷറാണ് എന്ന് പറഞ്ഞാൽ 15-ന് ശേഷമാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചിട്ട് എത്ര കൊല്ലമായി എന്നുള്ളത് നിങ്ങൾക്ക് കണക്കൂട്ടിയാൽ എപ്പോഴാണ് കത്ത് എന്നറിയാൻ വേണ്ടിയിട്ട് പാറൂപ്പടി വരെ പോകേണ്ട കാര്യമുണ്ടോ? ഫോറൻസിക്കാർ അയച്ചിട്ട് ഇതിലെ പഴക്കം പരിശോധിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി എന്തെല്ലാമോ കാര്യങ്ങൾ പറയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, വളരെ കൃത്യമായ നിലക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബത്തേരി അർബൻ ബാങ്കിലെ നിയമനത്തിന് വേണ്ടിയിട്ട് IC ബാലകൃഷ്ണൻ ഞങ്ങൾക്ക് 17 പേരുടെ ലിസ്റ്റ് നൽകിയെന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ഡോക്ടർ സണ്ണി ജോർജാണ്. അദ്ദേഹം ആ കാര്യം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുടുംബ കാരണം കൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എന്ന് ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? ഇവിടെ മരിച്ചിരിക്കുന്ന വിജയന്റെ മക്കളാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്യുന്ന വൃത്തികേടുകൾ എന്താണ് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ? നിങ്ങൾ ഒന്ന് നോക്കുക, ഒരു സ്വന്തം മകനെ വിഷം കൊടുത്ത് കൊല്ലേണ്ടി വരുന്ന ഒരു അച്ഛൻ്റെ മാനസിക നിലയെ സംബന്ധിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ച്? അതുപോലെ തന്നെ അച്ഛൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കത്ത്, അത് KPCC അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും ചെന്ന് കാണിക്കാൻ മാത്രമുള്ള ഒരു ഗതികേട് ഒരു മകനും മകൻ്റെ ഭാര്യയ്ക്കും ഉണ്ടായി എന്ന് പറഞ്ഞാൽ നാണക്കേട് കൊണ്ട് തല കുനിയേണ്ടതല്ലേ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച്? അവർക്ക് അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. അവനെ അന്വേഷിച്ചോട്ടെ എന്നല്ലാതെ പറയുക. ഇനി കോൺഗ്രസ്സുകാർ പറയുന്നത് അന്വേഷിക്കാൻ പാടില്ല, ഈ ഗവൺമെന്റ് അന്വേഷിക്കാതിരിക്കോ? അന്വേഷിക്കും. നിങ്ങളുടെ അനുമതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അന്വേഷിക്കും. കാരണം അത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. നിങ്ങൾ അന്വേഷിച്ചോ എന്നല്ലാതെ വരിപ്പം എന്താ പറയുക? അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ല. ഈ ഗവൺമെന്റ് കിട്ടിയ തെളിവുകൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കും. കുറ്റക്കാരാരായാലും അവർക്കെതിരെ നിലപാടുകൾ ഉണ്ടാവും, നടപടി ഉണ്ടാവും. അത് ഈ ഗവൺമെന്റ് പരിശോധിക്കുന്ന എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ കാണുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ കുറ്റത്തിൽ നിന്നും ഒരു കാരണവശാലും കോൺഗ്രസ് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല. കോൺഗ്രസ് അണികൾ ആലോചിക്കുന്നത് എന്താ? ഇവിടെ നേതാക്കന്മാർ പണത്തിന് വേണ്ടി എന്ത് വൃത്തികേടുകളാണ് ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടിരിക്കുന്ന ആളുകളെ വെച്ചുകൊണ്ട് ചെയ്യുന്നത് സഹകരണ സ്ഥാപനങ്ങളിൽ. ഇതല്ലേ കോൺഗ്രസിന് ആളുകൾ ധരിക്കുക? അവർക്ക് അത്രയും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഉറപ്പിച്ചൊരു കാര്യം പറയും, ബാങ്കുകളുടെ നിയമനത്തിൽ ഒരൊറ്റ പൈസ കോഴ വാങ്ങുന്ന പാർട്ടിയല്ല CPM. ആരെങ്കിലും ഞങ്ങളുടെ പാർട്ടിയുടെ പേര് കോഴ വാങ്ങിയെന്ന് കണ്ടാൽ ഒരു കാരണവശാലും പ്രാദേശിക നേതാക്കളുടെ മക്കൾ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിൽ ജോലി ചെയ്യുന്നുണ്ടോ പ്രകാശ് മാസ്റ്റർ? അതെ, ഒരു പ്രയാസമില്ല. ഇന്ന് കേരളത്തിൽ ഏത് പാർട്ടിയുടെ നേതാക്കന്മാർക്കും ഏത് പാർട്ടി ഭരിക്കുന്ന സ്ഥാപനത്തിന് ജോലിയെടുക്കാം. എന്തുകൊണ്ടെന്നാൽ നിയമിക്കുന്നത് ആ പറയുന്ന സഹകരണ സ്ഥാപനത്തിന്റെ ബോർഡല്ല, നിയമിക്കുന്നതിന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ബോർഡുണ്ട്, പരീക്ഷയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരന് CPMന്റെ ബാങ്കിലേക്ക് ജോലി കിട്ടും, CPMകാരന് കോൺഗ്രസിന്റെ ബാങ്കിലേക്ക് ജോലി കിട്ടും, എന്നിട്ട് BJPക്കാർക്ക് പോലും കിട്ടും. അത് ഉണ്ടാക്കിയിരിക്കുന്ന വേറെ ആരും ഞങ്ങളാണ്. ഇവിടെ യോഗ്യതയുള്ളവർക്ക്, മാർക്കുള്ളവർക്ക് അംഗീകാരം കൊടുക്കണം തീരുമാനിച്ച ഞങ്ങളുടെ ഗവൺമെന്റാ, അല്ല കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഒന്നും അല്ല. അതുകൊണ്ട് അഭിമാനം കൊള്ളുന്നത് ഞങ്ങളാണ്. ഇന്നിപ്പോ കേരളത്തിൽ ഒരു പാർട്ടിക്കാരുടെ ബാങ്കിലും മറ്റു പാർട്ടിക്കാർക്ക് നിയമനം കിട്ടുന്നതിൽ ഒരു പ്രയാസമില്ല. കാരണം അവർക്ക് റിക്രൂട്ട്മെന്റ് ബോർഡിൽ പരീക്ഷ എഴുതാം, മെച്ചപ്പെട്ട മാർക്ക് ഉണ്ടായാൽ അവർക്ക് എവിടെയും നിയമനം കിട്ടും. അത് ഉണ്ടാക്കിയ അഭിമാനം ഞങ്ങൾക്കാ, അല്ല കോൺഗ്രസിനൊന്നും അല്ല. അല്ല, ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ അങ്ങനെ ചില വിവരങ്ങളും പുറത്തു വരുമെന്നാണ് സംഷാദ് പറയുന്നത്. അത് അങ്ങനെ ഞങ്ങൾക്ക് മടിയിൽ കനമില്ലാത്തവനോ വഴിയിൽ ഭയമില്ലെന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന് ഓരോ നിലക്കുമുള്ള ഭയം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ സുതാര്യമായി ഒരു തുറന്ന പുസ്തകം പോലെയാണ്
ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി. ഒരാളോട് ഒരു പൈസ കൈക്കൂലി വാങ്ങി ഞങ്ങൾ കേരളത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ നിയമിക്കില്ല. ഇപ്പൊ കണ്ണൂർ ജില്ല 100 കണക്കിന് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ് ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സ്ഥാപനം. എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും, ഒരൊറ്റ സ്ഥാപനത്തിൽ 10 പൈസ കോഴ വാങ്ങിച്ചിട്ട് ആരെയും നിയമിക്കുന്ന പ്രശ്നമില്ല CPM. ഞാൻ ബോധത്തോടെ പറയുന്നത്. ഇനി ആരെങ്കിലും ഈ പാർട്ടിയെ കബളിപ്പിച്ച് അങ്ങനെ പണം വാങ്ങിയാൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നാൽ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, അവർക്കെതിരെ നടപടിയെടുക്കും. അവർ പാർട്ടിയിൽ ഉണ്ടാവില്ല. അത് പറയാൻ കഴിവുള്ള ആർജമുള്ള ഒരു പാർട്ടി ഇന്ന് കേരളത്തിൽ ഞങ്ങൾ മാത്രമാണ്. അത് കോൺഗ്രസിൽ പറയാൻ വേണ്ടി കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാ സ്ഥലങ്ങളും നിയമത്തിൽ ഇത് തന്നെയാണ്, ഈ ജില്ലക്കകത്ത് ഉൾപ്പെടെ കൃത്യമായിട്ട് പിന്നെ അറിയുന്ന ആളുകൾക്കെല്ലാം കൃത്യമായിട്ട് തന്നെ അറിയുന്ന ഒരു വസ്തുതയാണത്. ശരി. സംഷാദ് പറഞ്ഞു ഈ വ്യക്തികളാണ്, പാർട്ടിയല്ല. ഇത് തന്നെയാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് ആ കുടുംബത്തോട് പറഞ്ഞു എന്ന് പറയുന്നത്. പണം വാങ്ങുന്നത് വ്യക്തികളായിരിക്കാം, പക്ഷേ ആ വ്യക്തികൾ പാർട്ടിയുടെ തലപ്പത്തിരിക്കുമ്പോൾ അത് പാർട്ടിക്ക് ലഭിക്കുന്ന പണമാണ്. പണം ആരും വാങ്ങിയിട്ടില്ല എന്ന അഭിപ്രായം നിങ്ങൾക്ക് പോലും ഇല്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ വളരെ ലൂസായ ഒരു സംവിധാനമാണ്. ആരൊക്കെയോ പണം വാങ്ങുന്നു, ആരെയൊക്കെയോ നിയമിക്കുന്നു. അത് പാർട്ടി താല്പര്യം പോലും. ഇപ്പോൾ ഉദാഹരണത്തിന് വിജയൻ്റെ മകൻ്റെ നിയമനത്തിൻ്റെ കാര്യം പോലും അറിയാമല്ലോ. സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകർ, ആ പ്രവർത്തകരുടെ മക്കൾ എന്നിവരെ പോലും കൃത്യമായി നിയമിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇത് ആ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ സഹകരണ നിയമനത്തിൽ നിങ്ങളുടെ പാർട്ടിയിൽ വിശ്വാസമില്ല. പണം കൊടുത്താലേ നിയമിക്കപ്പെടൂ. നിങ്ങളുടെ പാർട്ടി പിടിക്കുന്ന സഹകരണ ബാങ്കുകളിൽ എന്ന് വരുന്നത് എത്രമാത്രം ലജ്ജാവഹമാണ്. പ്രകാശൻ മാസ്റ്റർ പറയുന്നത് പോലെ. അല്ലേ, പ്രകാശൻ മാസ്റ്റർ ഇവിടെ പറഞ്ഞത് റിക്രൂട്ട്മെന്റ് ബോർഡ് വന്നിട്ടുള്ള നിയമനത്തെക്കുറിച്ച്. ഞാൻ സംസാരിക്കുന്നത് റിക്രൂട്ട്മെന്റ് ബോർഡ് വരുന്നതിന് മുമ്പുണ്ടായ നിയമനത്തെക്കുറിച്ചാണ്. ഇനി പ്രകാശൻ മാഷ് ബുദ്ധിമുട്ടുണ്ട്. ഇവിടുത്തെ ആളുകളെ വിളിച്ചൊന്ന് അന്വേഷിച്ചാൽ മതി. നമ്മളുടെ ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കൾക്ക് ഇങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് വെറുതെ അന്വേഷിച്ച് വെച്ചാൽ മതി. കാരണം ഇനിയുള്ള ചർച്ചകളിലും അത് ഉപയോഗിക്കാമല്ലോ. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞു ഈ അജിംസും ഒരു തെറ്റിദ്ധാരണ പോലെ വിചാരിക്കുന്നത് ജിജീഷിനെ, അതായത് വിജയേട്ടൻ്റെ ഇളയ മകനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി വരുത്തണം അതിനകത്ത്. വിജയേട്ടൻ്റെ മകൻ ആ ബാങ്കിൽ താൽക്കാലിക ജോലിയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിനെ ആ താൽക്കാലിക ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നു. അവിടെ പെർമനൻ്റ് പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നു. ആ പെർമനൻ്റ് പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ നടത്തി ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. ഒന്നാമതൊരു കുട്ടിയും രണ്ടാമത് വിജയേട്ടൻ്റെ മകനും വരുന്നു. ഈ സമയത്ത് ഒന്നാമത്തെ കുട്ടിക്ക് നിയമനം കൊടുക്കുന്നു. രണ്ടാമത്തെ കുട്ടി വിജയേട്ടൻ്റെ മകനാണ്. സ്വാഭാവികമായി അടുത്ത നിയമനം. ഉടനെ ആ ഭരണസമിതി ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. അതായത് ഒഴിവില്ല എന്ന് പറഞ്ഞിട്ടാണ്. 7 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കോൾ ഫോർ വരുന്നു. അതേ പോസ്റ്റിലേക്ക് ഒഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ പ്രകാശൻ മാസ്റ്റർ ന്യായീകരിച്ചല്ലോ, ഡോക്ടർ സണ്ണിക്ക് IC ബാലകൃഷ്ണൻ 17 പേരെ നിയമിക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. സണ്ണി ഒരു പരിശുദ്ധാത്മാവാണ്, ആ പരിശുദ്ധാത്മാവായതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റർ ആക്കിയതെന്നും അദ്ദേഹത്തെ CPM പാനലിൽ മത്സരിപ്പിച്ചു എന്നൊക്കെ. ഈ ജിജീഷിൻ്റെ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററായി ഇരുന്നത് സണ്ണിയാണ്. ഈ ക്യാൻസൽ ചെയ്യുന്നത് സണ്ണിയാണ്. ഇതിനകത്ത് പുതിയ ഇൻ്റർവ്യൂ നടത്തുന്നത് സണ്ണിയാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴുള്ള സമയം അത്. അതിൻ്റെ കത്തിൽ ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ വിജയേട്ടൻ എഴുതിയ കത്തിൽ KP തോമസ് മാഷ്ക്ക് IC ബാലകൃഷ്ണൻ കത്ത് നൽകി എന്നാണ് ആ കത്തിലുള്ളത്. അജിംസ് അത് വായിച്ചല്ലോ. KP തോമസിന് ശേഷം വന്ന ഭരണസമിതിയുടെ ചെയർമാൻ സണ്ണിയാണ്. സണ്ണിയുടെ അവസാന കാലഘട്ടത്തിലാണ് ജിജീഷിൻ്റെ ഈ തൊഴിലില്ലാതെയാകുന്നത്. അന്ന് സണ്ണി CPMൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ പ്രകാശൻ മാഷ് ആ ജോലി പോയതിൻ്റെയും കൂടി പാപം കോൺഗ്രസിൻ്റെ അടുത്ത് കൊണ്ടുവരണ്ട. നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ സണ്ണിയുടെ അടുത്ത് കൊടുത്താൽ മതി. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയിൽ ഒരു കുഴപ്പമില്ല. ഇവിടെ നിങ്ങളുടെ വലിയൊരു സഹകരണ സ്ഥാപനമുണ്ട് സാർ. ഇവിടെ ബ്രഹ്മഗിരി എന്നാ പേര്. കോടിക്കണക്കിന് രൂപ ആളുകൾക്ക് കൊടുക്കാനുണ്ട്. ആളുകൾ നിങ്ങളുടെ ജില്ലാ സമ്മേളന വേദിയിൽ പോയിട്ട് പരാതി പറഞ്ഞു. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് വന്നപ്പോൾ പരാതി പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റിയിൽ പരാതി പറഞ്ഞു. ഇനി താങ്കളുടെ ഏറ്റവും സമുന്നതനായ ഡൽഹി ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ, മുൻ MLA കൂടിയായ ഒരു വ്യക്തിയുടെ വീട് സ്ഥലവും 6 കോടി രൂപയ്ക്ക് ബാങ്കിൽ പണയം വെച്ച് അത് ജപ്തിയുടെ പക്ഷത്ത് നിൽക്കുകയാണ്. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ മുഴുവൻ പെരുവഴിയിലാണ്. അതിനകത്ത് കോഴിക്കുട്ടികളെ വളർത്തി കൂടും കോഴിക്കുട്ടികളെയും തന്ന് അത് വളർത്തിയാൽ പണം കിട്ടുമെന്ന് വിചാരിച്ച് ഒരുപാട് വീട്ടമ്മമാർ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ പെരുവഴിയിലാണ്. ഈ ധാർമ്മികത ഇത്രമാത്രമുള്ള പ്രകാശൻ മാഷ് ഇവിടുത്തെ ജില്ലാ നേതൃത്വത്തോട് ബ്രഹ്മഗിരിയിലെ വിഷയം ഒന്ന് പരിഹരിക്കാൻ പറയണം. അതിന് പരിഹരിക്കാൻ നിങ്ങൾ കണ്ടെത്തിയൊരു മാർഗമുണ്ട്. അതായത് മൂലധനവും പിന്നെ ബൂർഷകൾക്കും എതിരായിക്കൊണ്ട് സഹകരണ മേഖലയിലെ സ്വപ്നമാണ് ഈ വിപ്ലവം എന്ന ബ്രഹ്മഗിരിയെ പറഞ്ഞത്. അവസാനം ഇതിൻ്റെ നടത്തിപ്പ് എറണാകുളത്ത് ഒരു ബൂർഷ കമ്പനി ഏൽപ്പിച്ചു. ആ കമ്പനി ഇട്ടേച്ചു പോയി. അപ്പോൾ അതിൽ 60 കോടി രൂപയാണ് അതിൻ്റെ ടോട്ടൽ ലോസ്. വയനാട്ടിലെ സാധാരണക്കാരായ ആളുകൾ, അത് വയനാട്ടിൽ നിന്നും തുടക്കി പാലക്കാട് വരെയുള്ള ജില്ലകളിലെ വിവിധ CPM അനുഭാവികളുടെ പണമാണ്. അതൊന്ന് തിരിച്ചു കൊടുക്കാൻ
പ്രകാശ് മാഷ് അടിയന്തരമായി ഇടപെടുന്നത് നന്നായിരിക്കുമെന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട അജിംസെ ആ കത്തിൽ ഉണ്ടായ അവ്യക്തതകളാണ് ചൂണ്ടിക്കാണിക്കുക. ആ അവ്യക്തത നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴൊരു കുഴപ്പം പല രീതിയിലാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. വിജയേട്ടൻ്റെ കുടുംബത്തെ അധിക്ഷേപിച്ചു, വിജയേട്ടൻ അധിക്ഷേപിച്ചു. വിജയേട്ടൻ എഴുതിയ കഥ ഞാൻ അജിംസിനോട് വളരെ ഒരു സെക്കൻഡ് കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചുള്ളൂ. നമ്മൾ 2 വിജിലൻസ് പരാതിയുണ്ട്, ഒന്ന് സായൂജിൻ്റെയും ഒന്ന് പത്രോസിൻ്റെയും. അത് കേസെടുത്തു വിജിലൻസ്. ഒരു കേസിൽ 2 ആളുകളേ ഉള്ളൂ, ആ കേസ് മാറ്റി വയ്ക്കൂ സായൂജിൻ്റെ. പത്രോസിൻ്റെ കേസിൽ 4 കേസിൽ പ്രതികളാണ്. 4ാം കേസ് പ്രതി വിജയേട്ടനാണ്, മരിച്ചുപോയ വിജയേട്ടനാണ്. സ്വാഭാവികമായി വിജയേട്ടനും ഈ മറ്റുള്ള 3 പേരും കൂടി പത്രോസിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി എന്നാണല്ലോ വിജിലൻസ് കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കണമല്ലോ, അത് വിജയേട്ടൻ്റെ ബാധ്യതയാണല്ലോ അജിംസ്. അത് ഈ കത്തിനകത്ത് ഉണ്ടാവേണ്ടേ? എന്നാൽ അതും കൂടെ ഈ ബാധ്യതയിൽ വരണമല്ലോ. ഞാൻ ചോദിച്ചു, ബാധ്യതയുള്ളത് ബാധ്യതയായി തന്നെ വരണം. അപ്പോൾ ഈ കത്തിൻ്റെ പഴക്കവും ഈ കത്തിനെ ഇങ്ങനെ കോൺഗ്രസ് സംശയിക്കുന്നതിൻ്റെ ഒരു കാരണം, കോൺഗ്രസിന് ഇതിനു മുമ്പ് 2 കത്ത് ഇവിടെ പുറത്തു വന്നു. ഒരു കോൺഗ്രസിൻ്റെ DCC ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ഒരു കത്ത് വന്നു. ആ കത്ത് വന്നു, അത് AICCക്ക് അയച്ചതാണ്, KPCCക്ക് അയച്ചതാണെന്ന് പറഞ്ഞ ആക്ഷേപം ഉണ്ടായി. മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നു. ഈ DCC ജനറൽ സെക്രട്ടറി ഔട്ട് ഓഫ് വയനാടായിരുന്നു. പുള്ളി തിരിച്ചു വന്നപ്പോൾ ഇത് അറിയുന്നത്. പുള്ളി ഉടനെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല. അങ്ങനെ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. ആ കേസൊന്നും ആയില്ല, അതങ്ങനെ നിന്നു. ഒരു 2 വർഷം കഴിയുമ്പോൾ അടുത്തൊരു ഭാരവാഹിയുടെ പേരിൽ ഒരു കത്ത് വീണ്ടും വന്നു. KPCCക്ക് പരാതി, AICCക്ക് പരാതി, മാധ്യമങ്ങളിൽ വാർത്ത, കോൺഗ്രസിന് അപമാനം. ആ ആളും ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ വിജയേട്ടൻ വീട്ടിൽ വെച്ചിട്ടുള്ള കത്ത് മക്കൾ പോലീസിന് കൈമാറിയിട്ടുള്ള കത്താണ്, എന്നാലും തർക്കമൊന്നുമില്ല. അതിനകത്തൊരു അന്വേഷണം നടത്തുന്നത് കൂടുതൽ നല്ലതല്ലേ? അത് നന്നായിരിക്കുമെന്നല്ലേ? പിന്നെ എന്താണ് അതിലൊരു പ്രശ്നം? അതെ, അതും കൂടി ഒന്ന് പറയാം. അജിംസ, ഈ കത്തിനകത്ത് IC ബാലകൃഷ്ണനും ND അപ്പച്ചനും എല്ലാം പ്രതികളായി അല്ലെങ്കിൽ ആരോപണ വിധേയരാണല്ലോ. ഈ കത്ത് കയ്യിലുണ്ടായി വിജയേട്ടൻ്റെ കുടുംബം ആദ്യം പോയത് IC ബാലകൃഷ്ണനെ കാണാനാണ്. IC ബാലകൃഷ്ണനോട് ഈ കാര്യങ്ങൾ അവർ സംസാരിച്ചു. ഈ ബാധ്യതകളെക്കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് IC ബാലകൃഷ്ണൻ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ പറഞ്ഞു. അവിടെ നിന്ന് അവർ പറയുന്നു, ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനെ കാണാൻ സമയം കിട്ടിയിട്ടുണ്ട്, പറവൂരേക്ക് പോകുന്നുണ്ട്, ഞങ്ങൾക്ക് KPCC പ്രസിഡന്റിനെയും കാണണമെന്ന് പറയുന്നു. ഈ KPCC പ്രസിഡന്റിനെ കോഴിക്കോട് വെച്ച് കാണാനും പിന്നീട് അത് മാറ്റി കണ്ണൂർ വീട്ടിൽ നിന്ന് കാണാനും ഈ കുടുംബത്തിന് സൗകര്യം കൊടുത്തത് IC ബാലകൃഷ്ണനാണ്. അപ്പോൾ IC ബാലകൃഷ്ണൻ കാണാത്ത ഒരു കത്തല്ല പുറത്തു വന്നത്. അവരത് കഴിഞ്ഞ് നേരെ പോയത് DCC പ്രസിഡന്റിൻ്റെ അടുത്താണ്. DCC പ്രസിഡന്റിനോട് സംസാരിച്ചു. DCC പ്രസിഡന്റ് ബാങ്കിലെ വായ്പകളുമായി ബന്ധപ്പെട്ട് അർബൻ ബാങ്കിൽ നിന്നും ചെയർമാനോട് സംസാരിച്ചു, എത്ര ബാധ്യതയുണ്ട്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ നടപടികളെന്ന്. അതിനുശേഷമാണ് അവർ പ്രതിപക്ഷ നേതാവിനെ കണ്ടത്. അതിനുശേഷമാണ് KPCC പ്രസിഡന്റ്. അപ്പോൾ ഈ കത്തിനകത്തെ ഉള്ളടക്കം ഈ കത്തിലെ ആരോപണ വിധേയർക്ക് തന്നെ അറിയാമായിരുന്നു. ഇനി ഞങ്ങൾ വലിയ രീതിയിലുള്ള കുഴപ്പത്തിലേക്ക് പോകുന്നതാണ് എങ്കിൽ, അല്ലെങ്കിൽ വലിയ സംഭവിക്കുന്നതാണെങ്കിൽ ആ കത്ത് പുറത്തു വരാതിരിക്കാൻ നോക്കണ്ടേ? അങ്ങനെ ശ്രമിച്ചിട്ടില്ലല്ലോ. അവരെല്ലാവരെയും കണ്ടു. അതിനകത്ത് പാർട്ടിയുടെ നിലപാട് പറഞ്ഞു. അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ടാവും. കത്ത് അവർ കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല. പോലീസിന് കത്ത് കൈമാറി, അത് മാധ്യമങ്ങളിൽ വന്നു. ആ കുടുംബത്തിന് പിന്നെയും നമ്മൾ പോയി കണ്ടല്ലോ. അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു, ആക്ഷേപങ്ങൾ പറഞ്ഞു, പരാതികൾ പറഞ്ഞു, പരിഭവം പറഞ്ഞു, എല്ലാം കേട്ടില്ലേ? ഇനി ഏത് ഘട്ടത്തിലാണ് വിജയേട്ടൻ്റെ കുടുംബമായി നമ്മളില്ലാതെ? വിജയേട്ടൻ KPCCക്ക് അയച്ചു എന്ന് പറയുന്ന 2019 കത്താണ് അജിംസ് നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഒരു കത്ത് അവിടെ കിട്ടിയെന്ന് KPCC പറഞ്ഞിട്ടുണ്ട് അജിംസ്. KPCC അന്വേഷിക്കുന്ന DCCയും KPCC അന്വേഷിക്കുന്നത് പാർട്ടിക്ക് ഇന്റേണലി ഉണ്ടായ ചില ഇഷ്യൂസിൻ്റെ ഭാഗമായുള്ള അന്വേഷണം. അതിൽ ഞങ്ങൾ നടപടിയെടുത്തു. ആ നടപടിയെടുത്ത ആളെ സംരക്ഷിച്ചത് പ്രകാശ് മാഷ്ക്ക് പ്രശ്നമല്ല. അതിനകത്ത് 2016 റിപ്പോർട്ട് ഇതുവരെ നടപടിയെടുക്കാത്തത് പ്രകാശ് മാഷ്ക്ക് പ്രശ്നമല്ല. ഞങ്ങളുടെ കയ്യിൽ നിന്നും ഭരണം നിങ്ങൾ പിടിച്ചെടുത്ത ബാങ്കിലെ കോടികൾ നഷ്ടത്തിലാക്കിയ ആളുകളെ CPMൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്ത് പാർട്ടിയിലെടുത്തത് നിങ്ങൾക്ക് പ്രശ്നമല്ല. അനിൽകുമാറിൻ്റെ മരണത്തിലില്ലാത്ത ധാർമ്മികത നിങ്ങളിപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമല്ല. അപ്പം നിങ്ങൾ ബ്രഹ്മഗിരിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ വഴിയാധാരമാക്കിയ നിങ്ങൾക്ക് പ്രശ്നമല്ല. അപ്പോൾ CPMൻ്റെ ധാർമ്മികത നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് ആത്മഹത്യാ പ്രേരണ കുറ്റം ഉറപ്പായും ചോദ്യം. ഈ കോടതിക്ക് പോലും മനസ്സിലായി ഇതിലൊരു രാഷ്ട്രീയ പ്രേരിതമായ തിടുക്കം IC ബാലകൃഷ്ണ പ്രതികർക്കാനുണ്ടായെന്ന്. അതുകൊണ്ടാണല്ലോ ഒന്ന് അറസ്റ്റ് തടഞ്ഞത്. അതുകൊണ്ടാണ് ഇതെന്ന് കോടതി പറഞ്ഞിട്ടില്ല. 15 പേരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് സാധാരണഗതിയിൽ ഈ പ്രതിഭാഗം വക്കീലിൻ്റെ വാദവുമായി ബന്ധപ്പെട്ടതാണ് ഉയർത്തിയെന്ന് എനിക്കറിയില്ല. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏത് കേസിലും സംഭവിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞതിൽ വളരെ ഗൗരവമായ ചില തെറ്റുകളുണ്ട്. IC ബാലകൃഷ്ണൻ ഈ സംഭവത്തിൽ ഒരു പങ്കുമില്ല എന്ന് പറയാൻ
ഇപ്പോൾ ഈ കത്തിനകത്ത് അദ്ദേഹം പറയുന്നൊരു ഭാഗമുണ്ട്. IC ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്താണ് 7 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി വിഷയം ഉയർന്നു വന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തായതുകൊണ്ട് 2 ലക്ഷം രൂപ ഞാൻ കൊടുത്തു, 5 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു. ഇതിൽ അദ്ദേഹം പറഞ്ഞു, ആ കത്തിനകത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് വരെ പറയാത്തൊരു കാര്യം പറയുന്നു, ഈ പണം വാങ്ങിച്ചത് MLA ആണ്. അത് കൃത്യമായ നിലക്ക് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ മകന് ജോലി കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾ വളച്ചൊടിക്കരുത്. അദ്ദേഹം പറഞ്ഞെന്താ, എൻ്റെ മകൻ 7 കൊല്ലമായിട്ട് പണിയെടുക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ട്രഷറായിരിക്കുമ്പോൾ DCC അധ്യക്ഷൻ IC അദ്ദേഹം ഒരു കത്ത് കൊടുത്തു മറ്റൊരാൾ നിയമിക്കാൻ. അത് ഈ കത്തിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ആരെ നിയമിച്ചു, എങ്ങനെ നിയമിച്ചു എന്നുള്ളതിനേക്കാൾ ഏറെ DCC അധ്യക്ഷൻ DCC ട്രഷറായിട്ടുള്ള അയാളുടെ മകനെതിരായിട്ട് ഒരു കത്ത് കൊടുത്തിരിക്കുന്നു, അയാളെയാണ് നിയമിക്കേണ്ടത് എന്ന് പറഞ്ഞ കാര്യം IC-നകത്ത് ഈ വിജയൻ ഈ പിന്നെ കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ കാര്യം പിന്നെ കാണാത്തത്. അതുപോലെ തന്നെ കൃത്യമായ നിലക്ക് ഇവിടെ 2 തവണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് എനിക്കോ എൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്തം ഈ നേതാക്കൾക്കും അതുപോലെ പാർട്ടിക്കുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ഒരവസരത്തിലും പാർട്ടിക്ക് എന്തെങ്കിലും ഹാനി ഉണ്ടാവരുത്, പാർട്ടി നശിക്കരുത് എന്നുള്ളത് കൊണ്ട് ഇതുവരെ ഒന്നും പരസ്യമായി പറഞ്ഞിട്ടില്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം 2 തവണ ഈ കത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ പാർട്ടി കൂറാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്ന് ഈ കത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പക്ഷേ എന്താ കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാട്? മനുഷ്യത്വപരമായിട്ടെങ്കിലും 1/2 നൂറ്റാണ്ട് കാലം, ഇപ്പോൾ ഈ കത്തിന്റെ പഴക്കത്തെക്കുറിച്ച് പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം 1/2 നൂറ്റാണ്ട് കാലം ഈ പാർട്ടിക്കകത്ത് ഉണ്ടായി എന്ന കാര്യം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിദ്യാർത്ഥി കാലത്ത് KSUI എന്ന് പറയുന്നു, പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്ന അദ്ദേഹത്തിന് ജോലി കിട്ടിയത് അന്നത്തെ പിന്നെ ആഭ്യന്തരമന്ത്രി കരുണാകരനെ ഉപയോഗിച്ചുകൊണ്ട് ആ ജോലി കളയിച്ചത് രാമേന്ദ്ര മാഷാണെന്ന് ഈ കത്ത് പറയുന്നുണ്ട്. 1/2 നൂറ്റാണ്ട് കാലമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാവായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കത്ത് എപ്പോൾ എഴുതി എന്നുള്ളതിന് പരിശോധിക്കാൻ പാടൂർ പടി വരെ പോകേണ്ട കാര്യമുണ്ടോ? കൃത്യമായിട്ട് അറിയാൻ വേണ്ടി കഴിയില്ല കത്ത് അടുത്ത സന്ദർഭത്തിൽ എഴുതിയാണെന്ന്. പക്ഷേ കത്ത് എപ്പോഴോ എഴുതിയതാണ്, കത്തിനകത്ത് എന്തെല്ലോ ദുരൂഹതയുണ്ട്. ഇത് സ്ഥാപിക്കുന്ന വഴി മാത്രമേ കോൺഗ്രസിന്റെ മേലെ ചെന്ന് പറ്റി ഈ കളങ്കത്തെ തൽക്കാലം മറച്ചു പിടിക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. മറ്റ് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും, അവസാന നിമിഷം വരെ ഈ പ്രശ്നം ഉന്നയിച്ച് പരസ്യപ്പെടാതെ പാർട്ടിക്കകത്ത് താൻ നേരിട്ട് ഈ വലിയ വഞ്ചനയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് വിജയൻ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അത് പരിഗണിക്കാൻ അവർ സന്നദ്ധമായില്ല. പണം വാങ്ങിയ ആളുകൾ എന്ന് പറഞ്ഞാൽ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ആ പണം തിരിച്ചു കൊടുക്കാൻ അവർ സന്നദ്ധമായി. അതിന്റെ എല്ലാം ഉത്തരവാദി ഇദ്ദേഹത്തിന്റെ പിന്നെ ചുമലിൽ വരുന്നതിന്റെ കാരണം എന്താ? ഒരു ഘട്ടത്തിൽ അദ്ദേഹം അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനറാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് വിജയൻ കൊടുക്കണം എന്ന് പറയുന്നത്. അദ്ദേഹം കത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വിജയൻ ഈ കാര്യത്തിലുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് വിജയൻ പറയുന്നുണ്ട്. വിജയം വാങ്ങിയതുകൊണ്ട് മാത്രം, വാങ്ങിയോ എനിക്കറിയില്ല, ഇവരുടെ കൂടെ വിജയം വാങ്ങിയോ എന്ന് ഞങ്ങൾക്കറിയുന്നില്ല. പക്ഷെ വിജയൻ കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം കത്ത് പറയുന്നുണ്ട്. അത് ഞാൻ ഈ സ്ഥാപനത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വന്നപ്പോൾ അതിന്റെ ചുമതലക്കാരനായിട്ട് എന്നെയാണ് പാർട്ടി നിയോഗിച്ചത് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഈ ബാധ്യതയെല്ലാം ഞാൻ കൊടുക്കണമെന്ന് വന്നിരിക്കുന്നു. എൻ്റെ വീട് പണയപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന 32 ലക്ഷത്തിൽ നിന്ന് അത് വളർന്നിട്ട് 65 ലക്ഷമായിരിക്കുന്നു. അത് ഏറ്റെടുക്കാമെന്ന് പലതവണ പാർട്ടി പറയുന്നു. പക്ഷെ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. എനിക്ക് ഇന്നത്തെ അവസ്ഥയിൽ എൻ്റെ വീട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ജപ്തി ചെയ്താൽ എനിക്ക് മക്കളെയും കൂടി തെരുവിലിറങ്ങുക അല്ലാതെ മറ്റു മാർഗമില്ല എന്ന് അദ്ദേഹം പറയാണല്ലോ. എത്രമാത്രം ദയനീയമായ ഒരു അവസ്ഥയാണ്. 1/2 നൂറ്റാണ്ട് കാലം ആ നിർണായകമായ പല ചോദ്യങ്ങൾക്കും പോലീസ് അന്വേഷണത്തിലുള്ള ഉത്തരം വരട്ടെ എന്നാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത കൂടി കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. വളരെ നന്ദി ശ്രീ ഷംഷാദ്, ശ്രീ പ്രകാശ് മാസ്റ്റർ ഇത്രയും സംസാരിച്ചതിന്.